The Lord said to Abraham, "Leave your country, your people, and your father's household, and go to the land I will show you. I will make you into a great nation, and I will bless you. I will make your name great, and you will be a blessing. I will bless those who bless you, and whoever curses you, I will curse." നമുക്ക് അതിനോടുള്ളതായ ബന്ധത്തിൽ നമുക്ക് വളരെ പരിചയമുള്ള ഒരു മിഷണറിയാണ് വില്യം കെറി എന്ന് പറയപ്പെടുന്നതായ മിഷണറി. We are aware of a missionary by name William Carey. അദ്ദേഹം 1793 ഇന്ത്യയിലേക്ക് കടന്നു വരുന്നതെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. He came to India, and the history teaches, in the year 1793. അവൻ തൻ്റെ സ്വന്തം നാട്ടിലുള്ളതായ സുഖ സൗകര്യങ്ങളെല്ലാം വിട്ട് താൻ ഇന്ത്യയിലേക്ക് ഒരു മിഷണറി ആയിട്ട് താൻ കടന്നു പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. We understand that he left all the comforts of his home and came to India as a missionary. എന്നാൽ തൻ്റെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് തൻ്റെ മിഷണറി വേലയോടുള്ളതായ ബന്ധത്തിൽ, സുവിശേഷ വേലയോടുള്ളതായ ബന്ധത്തിൽ അനേക തരത്തിലുള്ളതായ പ്രതിസന്ധികൾ തനിക്ക് നേരിടേണ്ടി വന്നു. But we also know that he met with a lot of difficulties in his mission. എന്ന് പറഞ്ഞാൽ അത് വളരെ ദീർഘമായിരുന്നു, വളരെ ദുഷ്കരമായിരുന്നു, വളരെ പ്രയാസമുള്ളതായിരുന്നു. എന്നാൽ അതെല്ലാം താൻ ദൈവകൃപയോടുള്ളതായ ബന്ധത്തിൽ താൻ അതെല്ലാം തരണം ചെയ്തതായിട്ട് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. And we learn that he was met with incredible challenges, but he met that all with the grace of God. ആമേൻ. തൻ്റെതായ ആ സ്ഥലം മാറ്റം, തൻ്റെതായ ജീവിതത്തിൽ തൻ്റെ അഡ്രസ് മാറ്റം, തൻ്റെ സന്നിധിയിൽ നിന്നുള്ളതായ ഒരു മാറ്റമായി താൻ കണ്ടില്ല. അതുകൊണ്ട് താൻ ദൈവ സാന്നിധ്യത്തിൻ്റെതായ നിറവിൽ നിലനിന്നുകൊണ്ട് തന്നെ ആമേൻ ശുശ്രൂഷിക്കുവാൻ കർത്താവിന്റെ ദാസന് ദൈവം കൃപ ചെയ്തു. And he did not focus so much on the relocation, but relied upon the grace and anointing of the God as he continued in his mission. അപ്പോൾ ദൈവ സാന്നിധ്യത്തിൻ്റെതായ സമൃദ്ധി തന്നോടൊപ്പം ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യയിലേക്ക് കടന്നു വന്ന് അവിടുത്തെ ഭാഷ പഠിച്ച് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ തക്കവണ്ണം, അതുപോലെ തന്നെ അത് വളരെ വളരെ നല്ല രീതിയിലുള്ളതായ സ്കൂളുകളൊക്കെയും ക്രമീകരിക്കുവാൻ തക്കവണ്ണം കർത്താവിന്റെ ദാസനെ കർത്താവ് ബലപ്പെടുത്തി. And God strengthened this man with his presence, that he was able to learn the languages, translate, and set up even schools. ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹത്തിൻ്റെതായ ഇങ്ങനെയുള്ളതായ ഒരു ജീവിതം, ട്രാൻസിഷൻ, തൻ്റെ ജീവിതത്തിലെ ഒരു മാറ്റം അനേക തലമുറകൾക്ക് ഒരു അനുഗ്രഹമായി തീർന്നു എന്ന് നമുക്ക് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. And we learn that he was a blessing for generations because of the work that he did. ഇന്ന് പൽക്കാലം നിങ്ങളോട് ഓർപ്പിക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നതായ ദൈവത്തിന്റെ വചനം, the presence of God that accompanies, കൂടെ പോരുന്ന ദൈവ സാന്നിധ്യത്തെ കുറിച്ചാണ് അല്പസമയം നിങ്ങളോട് സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നത്. And this morning I desire to talk to you about the presence of God that accompanies you. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ കഴിഞ്ഞ ചില വർഷങ്ങൾ ഒരുമിച്ച് ആരാധിച്ചുകൊണ്ടിരുന്നതായ പ്രിയ മജു ഫാമിലി ആയിട്ട് ജോലിയോടുള്ളതായ ബന്ധത്തിൽ സിയാറ്റിലേക്ക് കടന്നു പോകുകയാണ്. And as I reminded you that Brother Majju and family, after a few years here, is moving to a new place because of job. എന്നാൽ ദൈവമായ കർത്താവിൻ്റെതായ സിയാറ്റിൽ നിന്ന് കടന്നു പോകുന്നെങ്കിൽ തന്നെയും ദൈവത്തിൻ്റെതായ സന്നിധിയിൽ നിന്നല്ല അവരകന്നു പോകുന്നത്. ഹല്ലേലൂയ. നമ്മിൽ നിന്ന് മാത്രമാണ് അവരകലുന്നത്. നമുക്ക് വീണ്ടും ഒരു കുടുംബം എന്ന പോലെ സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും സഹകരിക്കപ്പെടുവാനും ഒക്കെയും ദൈവം തരുന്നതായ സാഹചര്യത്തെ ഓർത്ത്, ദൈവത്തിന്റെ കൃപകളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. And even though they are departing from here, they are departing only from us physically, but they continue to be in the presence of God, and we will continue to share that love that we have in fellowship. അവൻ ജോലിയോടുള്ളതായ ബന്ധത്തിൽ അവർ സിയാറ്റിൽ നിന്ന് വിട പറയുന്നുണ്ട്, നമ്മൾ നിന്ന് അകന്നു പോകുന്നുണ്ട്. എന്നാൽ നമ്മുടെ മനസ്സിൽ നിന്നോ ദൈവത്തിൻ്റെതായ സന്നിധിയിൽ നിന്നോ അവരകന്നു പോകുന്നില്ല എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രത്യാശയ്ക്ക് വക നൽകുന്നത്. And this is what gives us hope. Even though they will not be physically here, they will continue to remain in our love and in our thoughts. നാം വേദപുസ്തകത്തിലൂടെ നമ്മൾ ഉടനീളം നോക്കുമ്പോൾ ഹല്ലേലൂയ സ്ഥലം മാറി പോകുന്നതായ അനേക പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. And if you look to the word of God, you will see many of those people who are traveling or leave the place. അബ്രഹാമിന്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ അബ്രഹാമിനോട് യഹോവയായ ദൈവം പറയുകയാണ്, അതാണ് നമ്മൾ വായിക്കുവാൻ തക്കവണ്ണം ഇടയായത്, ഞാൻ നിന്നെ കാണിപ്പാൻ ഇരിക്കുന്ന ദേശത്ത്
ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞ് കർത്താവ് അവിടെ നിന്ന് തന്നെ വിളിച്ചിറക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. And Abraham is one such who was called, and he said, leave to the place that I will show you. അതുപോലെ തന്നെ യാക്കോബിന് തന്റെ ജീവിതത്തിൽ ഒരു ഭവനത്തിൽ നിന്ന് ഒരു മാറ്റം നൽകി നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. Similarly, we look at the life of Jacob and how he had a change in his place. ഇന്ന് പൽക്കാലം ദൈവമായി കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ, ദൈവത്തിന്റെ വിശ്വസ്തതയാണ് ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നതായ ഒരു വലിയ ദൂത് എന്ന് പറയുന്നത്. The message that I want to leave with you is about God's faithfulness. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ പ്രിയപ്പെട്ടവരെ ഒന്നിച്ച് ആരാധിച്ചു കൊണ്ടിരുന്നവർ, ഒന്നിച്ച് സഹകരിച്ചു കൊണ്ടിരുന്നത്, പ്രിയപ്പെട്ടവർ നമ്മെ വിട്ട് അകന്നു പോകുന്നത് നമുക്ക് എളുപ്പമുള്ള കാര്യമല്ല. പെട്ടെന്ന് പ്രത്യേകിച്ച് ഒരു പാസ്റ്റർ എന്നുള്ളതായ നിലയിൽ പെട്ടെന്ന് ഇഗ്നോർ ചെയ്യുവാനും കഴിയുകയില്ല. It is not an easy thing for us when someone that we'll worship together and love together suddenly moves away, and especially as a pastor, it is a difficult thing. അതുകൊണ്ട് അവർ സഭാ കുടുംബത്തോട് വിട പറയുക അല്ല, ഹല്ലേലൂയ, അവരുടെ ജീവിതത്തിൽ കർത്താവ് കൊടുത്തിരിക്കുന്നതായ നടത്തിപ്പിനനുസരിച്ച് ദൈവത്തിന്റെ നടത്തിപ്പ് അവര് അംഗീകരിക്കുന്നേ എന്നേ ഉള്ളൂ. അത് നമ്മൾ അംഗീകരിക്കുകയാണ്. And it is not that they are distancing themselves from the church, but they are following the direction that God has led them to. അപ്പോൾ ഇന്ന് പൽക്കാലം നാം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ, ഹല്ലേലൂയ, നമുക്കും ഇന്ന് പൽക്കാലം നാം ഒരുമിച്ച് ചിന്തിക്കുന്നതായി ദൈവത്തിന്റെ വചനം അവർക്കും ഒരുപോലെ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥനയോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. May we remain in an attitude of prayer that the word will be a blessing to us and for them. ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് എനിക്ക് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത്, ഗോഡ്സ് ഡയറക്ഷൻ ഈസ് ബെറ്റർ ദാൻ അവർ കംഫർട്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെതായ നടത്തിപ്പ് എന്ന് പറയപ്പെടുന്നത് നമ്മുടെ സൗകര്യത്തെക്കാൾ ശ്രേഷ്ഠമായ കാര്യമാണ്. The first point is that God's direction is better than our comfort. ആമേൻ. ഇവിടെ നമ്മൾ വായിച്ചതുപോലെ അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ ആദ്യം പറഞ്ഞതായ ഒരു വാക്ക് ആർക്കും കേൾക്കുവാൻ തക്കവണ്ണം എളുപ്പമല്ലാത്തൊരു കാര്യമാണ്. When God called Abraham, what he first spoke to him was not something easy to digest. യഹോവയായി ദൈവം പറഞ്ഞത് ഇങ്ങനെയാണ്, നിന്റെ ദേശത്തെ വിടണം, ബന്ധുക്കളെ വിടണം, പിതൃഭവനത്തെ വിടണം. അത് പറഞ്ഞിട്ട് പറയുകയാണ്, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോകണം. And God tells him, leave your country, your people and your father's household and go to the land that I will show you. ആമേൻ. ഇന്നത്തെ കാലത്താണെങ്കിൽ നമുക്ക് ഗൂഗിൾ മാപ്പ് ഉണ്ട്. Today we have Google Maps. എവിടെ പോയാലും നമ്മുടെ കയ്യിൽ ഇപ്പം മാപ്പ് കൂടെ കൊണ്ട് നടക്കുക. Now wherever we go, we take the map with us. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം മാപ്പ് ഒന്നും അദ്ദേഹത്തിന്റെ കയ്യിലില്ല. When you look at Abraham, he does not have a map with him. ഹല്ലേലൂയ. എവിടെ പോകണം, എന്തായിരിക്കണം, എങ്ങനെ ആയിരിക്കും എന്നതിനെ കുറിച്ച് ഒരു ധാരണയുമില്ല. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുന്നതായ ഒരു സമയത്ത് ദൈവമായ കർത്താവിന്റെ ഒറ്റ വാക്ക് കേട്ട് മാത്രം, വചനം കേട്ട് മാത്രം ഇറങ്ങി തിരിച്ചതായ ഒരു അബ്രഹാം. Here is Abraham. He has no idea where he's going, how will he go, but he chose to hear the word of God and move forward. അവിടെ എനിക്ക് പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്, വളരെ ഈ സമയത്ത് വളരെ പരിചയം ഇന്നും ഇല്ലാത്തതായി ദൈവത്തിൻ്റെതായ ശബ്ദം താൻ കേട്ട മാത്രയിൽ ദൈവ ശബ്ദം അനുസരിക്കുവാൻ തക്കവണ്ണം തന്നെ ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ്. What is remarkable is here is Abraham who submitted obediently to God's will. അതുവരെയും പരിചയിച്ച, അതുവരെയും കണ്ടു വളർന്ന, അതുവരെയും ഒരുമിച്ച് ജീവിച്ച സ്വന്തക്കാരെ, നാട്ടുകാരെ, ഹല്ലേലൂയ, എല്ലാ ചുറ്റുപാടുകളെയും വിട്ടിട്ട് ഒരു വാക്ക് കേട്ടിട്ട് ഇറങ്ങി പുറപ്പെടുന്നതായ വ്യക്തിയെ നോക്കിയിട്ട് ചിലപ്പോൾ ജനം പറയുമായിരിക്കും, ഇദ്ദേഹത്തിൻ്റെതായ തലയ്ക്ക് സ്ഥിരത നഷ്ടപ്പെട്ടു പോയോ എന്ന് തോന്നിക്കുന്നതായ ചിന്ത അവരുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. When you look at Abraham, he grew up with these folks in Canaan. He is leaving everything and following the word of God. Those around may look at him and say, has he gone nuts?
ഹല്ലേലൂയ. എന്താണ് ഇവിടെ പറയുന്നത്? എന്താണ് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്? ചിലപ്പോൾ ദൈവഹിതം അനുസരിക്കുവാൻ, ദൈവത്തിൻ്റെതായ പദ്ധതി ഹല്ലേലൂയ നമ്മൾ ഫോളോ ചെയ്യുവാൻ, നമുക്ക് കംഫർട്ട് ആയിരിക്കുന്ന സോൺ അല്പം ഒന്ന് വിട്ടുമാറുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് ചിലപ്പോൾ ആലോചന തന്നാൽ ഹല്ലേലൂയ മറുത്തു നിൽക്കാതെ അതിനെ പിൻപറ്റുന്നതാണ് ദൈവ മക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. The best thing that we can do is when God gives you a direction, get out of your comfort zone and follow that. ഹല്ലേലൂയ. നമുക്ക് ഹല്ലേലൂയ വളരെ സുഖപ്രദമായിട്ട് തോന്നിക്കുന്നതായ കാര്യങ്ങളെ വിട്ടുമാറുവാൻ തക്കവണ്ണം ദൈവം നമ്മോട് പറഞ്ഞു എന്ന് വന്നേക്കാം. It happens that God will ask you to move out of things that you are settled with. ഹല്ലേലൂയ. ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ തന്നെ ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെതായ ശബ്ദം കേട്ടതായ അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളതായ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെതായ ജ്ഞാനം തൻ്റെ ജ്ഞാനത്തെക്കാൾ ശ്രേഷ്ഠമാണെന്നുള്ളതായ ആ പ്രത്യേകത താൻ തിരിച്ചറിഞ്ഞു എന്നുള്ളത്. But the thing is, Abraham had the recognition that his wisdom or God's wisdom is greater than the wisdom that he has. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഇത് മജുവിന് വേണ്ടി മാത്രമുള്ളതായ ഒരു സന്ദേശമല്ല. When I speak to you, it is not a message just for Maju. നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ആരോഗ്യത്തിൽ മാറ്റം വരുമ്പോൾ, When there are changes in our life, in our health, നമ്മുടെ കുടുംബ പശ്ചാത്തലത്തിൽ മാറ്റം വരുമ്പോൾ, the changes in the family, അവൻ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് വ്യതിയാനം കടന്നു വരുമ്പോൾ, when there are difficulty in what we want, ഒന്നും നമ്മുടെ ദൈവ പൈതലുടേതായ ജീവിതത്തിൽ യാദൃച്ഛികമായിട്ട് വന്ന് ഭവിക്കുന്നതല്ല എന്ന് ഓർത്തിട്ട് ഹല്ലേലൂയ ദൈവമായ കർത്താവ് എന്നെ ഈ വഴിക്ക് നടത്തുന്നത് ഒരു പർപ്പസോടുകൂടെ, ഒരു ഉദ്ദേശത്തോടു കൂടെ ആണെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായ നാം ഒരിക്കലും ഒരിടത്തും തനിയെ ആയിരിക്കില്ല. if we recognize that these things do not happen by accident, it is the will of God and we follow that, we will not fail and we will not be alone. ആമേൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മജുവിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയും തന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ളതായ അഡ്രസ് വാഷിംഗ്ടൺ ആയിരുന്നെങ്കിൽ നാളെ മുതൽ അല്ലെങ്കിൽ അടുത്ത ആഴ്ച മുതൽ കാലിഫോർണിയ ആയിരിക്കും. പക്ഷെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അദ്ദേഹത്തിന് മാറ്റമില്ല. Although his address will change from Washington in a few days to California, in the sight of God, there is no change. ഇത് തന്നെ ആയിരിക്കണം ഇവിടെ ആയിരിക്കുന്ന ദൈവ മക്കള് ഹല്ലേലൂയ നമ്മെ കർത്താവ് ഏത് വിധത്തിലൂടെ കയറ്റിവിട്ടാലും, ആരോഗ്യപരമായോ മാനസികപരമായോ അല്ലെങ്കിൽ ജോലി സംബന്ധമായോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിഷമങ്ങളുടെ മധ്യത്തിലൂടെ കടന്നു പോകുമ്പോഴും ഞാൻ മാറിപ്പോയെന്ന് ചിന്തിച്ച് ഭാരപ്പെടേണ്ട, കർത്താവ് നിങ്ങളോടൊപ്പമുണ്ട്. When we go through changes in our personal life, professional life, do not be burdened. God is with you. ആമേൻ. ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ നമ്മൾ അഡ്രസ് മാറ്റിയാലും ഹല്ലേലൂയ ആമേൻ തന്റെ വിശ്വസ്തത ഒരിക്കലും മാറ്റാത്ത ഒരു നല്ല ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. We serve a God, even though our address may change, his faithfulness will never change. ആമേൻ. രണ്ടാമത് എനിക്ക് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത് ഹല്ലേലൂയ God's presence travels with his children. ഹല്ലേലൂയ ദൈവത്തിൻ്റെതായ സാന്നിധ്യം എന്ന് പറയുന്നത് ഹല്ലേലൂയ നമ്മോടൊപ്പം ദൈവത്തിന്റെ മക്കളോടൊപ്പം യാത്ര ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. The second point is that God's presence would travels with his children. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ഥലം മാറിയത് കൊണ്ട് ദൈവ സാന്നിധ്യത്തിൻ്റെതായ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നില്ല. As I mentioned before, because we change the location, God's presence doesn't change. ആമേൻ. അതിന് ആധാരമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നതായ ഒരു വേദഭാഗം എന്ന് പറയുന്നത് യോശുവയുടെ പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യമാണ്. Joshua chapter 1 verse 9. ആമേൻ. അതവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായി
സൗഖ്യവാനായിരിക്കുക എന്നതാണ്. There it says, for the Lord your God will be with you wherever you go. So do not be terrified, be strong and നമുക്ക് courageous. എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഈ വേദഭാഗം. This is a familiar verse to all of us. അവൻ മോശയ്ക്ക് ശേഷം ഇസ്രായേലിനെ നയിക്കേണ്ടതായ ഒരു വലിയ ഉത്തരവാദിത്വമാണ് അവൻ യോശുവയുടെ ജീവിതത്തിൽ വന്ന് ഭവിച്ചിരിക്കുന്നത്. After Moses, this responsibility of leading Israel has fell upon Joshua. അവൻ അദ്ദേഹത്തിൻ്റെതായ ജീവിതത്തിൽ പുതിയ തരത്തിലുള്ളതായ പലതരത്തിലുള്ളതായ ദൗത്യവും താൻ അറിയാത്തതായ വെല്ലുവിളികളെയൊക്കെയാണ് താൻ ഇവിടെ നേരിടുവാൻ തക്കവണ്ണം പോകുന്നത്. He is going to face obligations and challenges. എന്നാൽ അവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്ന ഒരു കാര്യം, കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ നിന്റെ വഴിയെ കൂടെ ഇരുന്ന് എളുപ്പമാക്കുമെന്നാണോ കർത്താവ് പറഞ്ഞത്? Does it say that I will be with you and make your path easy? അവൻ നിനക്ക് യാതൊരു അല്ലലും ഉണ്ടാകുകയില്ല, നിനക്കൊരു വിഷമം ഉണ്ടാകുകയില്ല, നിനക്കൊരു സ്ട്രഗിളും ഉണ്ടാകുകയില്ല എന്നാണോ കർത്താവ് പറഞ്ഞത്? Does it say that you will not have any challenges, you will not have any problems? അവൻ അങ്ങനെയല്ല അവിടെ പറയുന്നത്. അവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് കാര്യം നമ്മൾ വായിച്ചത് എന്താണ്? ഹല്ലേലൂയ. അവൻ ഏറ്റവും വലിയൊരു വാഗ്ദത്തമാണ് കർത്താവ് പറഞ്ഞത്. ഹല്ലേലൂയ. നീ നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തെല്ലാം നിന്നോടൊപ്പം ഉണ്ടായിരിക്കുന്നു. And here there is a great commitment God is making. The Lord your God will go with you wherever you go. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം. This is the most important thing. അവൻ മോശ പറഞ്ഞത് ഇതിനെയാണ്, ദൈവമേ അവിടുത്തെ സാന്നിധ്യം എന്നോടൊപ്പം പോരുന്നില്ല എങ്കിൽ അവിടുന്ന് എന്നെ അയക്കരുത് എന്നാണ് അദ്ദേഹത്തിന്റെ മനോഭാവം. Moses says, do not let me go if your presence does not go with me. നമ്മുടെ ജീവിതയാത്രയിൽ ഹല്ലേലൂയ എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരിക്കേണ്ടതായ വലിയ മാനസികമായ ഹല്ലേലൂയ മൈൻഡ് സെറ്റ് എന്തെന്ന് ചോദിച്ചാൽ, കർത്താവിന്റെ സാന്നിധ്യം ഇല്ലാത്തടത്ത് എനിക്ക് പോകുവാൻ ഇടയാകരുത് എന്നുള്ളതായിരിക്കണം. This should be the mindset of a child, that we should not go to a place where God is not going with us. ഹല്ലേലൂയ. യഹോവയായ ദൈവം ഹല്ലേലൂയ അവൻ കൂടെ ഉള്ളപ്പോൾ ഹല്ലേലൂയ നമ്മുടെ ജീവിത യാത്രയിൽ എത്ര ദുഷ്കരമാണെങ്കിലും അവിടെയെല്ലാം നിൽക്കുവാൻ, അതെല്ലാം അത് കടന്നു പോകുവാൻ തക്കവണ്ണമുള്ളതായ ദൈവകൃപ തന്നുകൊണ്ടേയിരിക്കും. If God goes with you, He will give you the grace to go through any challenges. അവൻ നമ്മുടേതായ നഗരം അല്ലെങ്കിൽ നമ്മുടെ സിറ്റി നമുക്ക് വിടാം. Our city, we may leave our cities. അവൻ നമ്മുടേതായ പ്രിയപ്പെട്ടവരെ, നമുക്ക് വളരെ പരിചയമുള്ളതായ പ്രിയപ്പെട്ടവരെ നമുക്ക് വിടാം. We may have to leave our near and dear അവൻ ones. നമ്മുടെ പരിചയമുള്ളതായ വഴികളും സാഹചര്യങ്ങളും ഒക്കെ നമുക്ക് വിടാം. We have to live the circumstances we're familiar with. എന്നാൽ ഇവിടെ ഞാൻ ഓർപ്പിക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നത്, ദൈവത്തിൻ്റെതായ സാന്നിധ്യത്തിൽ നിന്ന് നമ്മൾ ഒരു നെല്ലിട പോലും മാറിപ്പോകുന്നില്ല എന്നുള്ളതാണ്. That we should never, or we never are departing from the presence of God. ആമേൻ. നമുക്കറിയാം, നമ്മൾ യാക്കോബിനെ കുറിച്ച് പഠിക്കുമ്പോൾ When we learn about Jacob, ഹല്ലേലൂയ, യാക്കോബ് ഒരു സ്ഥലത്ത് വന്ന് കല്ല് എടുത്ത് തലേണയായിട്ട് വെച്ച് കിടന്ന് ഉറങ്ങിയതായിട്ട് നമുക്കറിയാം. we know about Jacob using a stone as a pillow. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നതായ ഒരു കാര്യം ഇവിടെ ഉണ്ട്, നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. ഹല്ലേലൂയ. യഹോവ ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നു, ഞാനോ അതിനെ അറിഞ്ഞില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. He says God's presence was here, but I did not recognize it. യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം താൻ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്. Jacob left his home. അവൻ ഭവനത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയതാണ്. പക്ഷേങ്കിൽ ഹല്ലേലൂയ തന്നെ അവിടെയും പിൻഗമിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം തനിക്ക് മനസ്സിലാകുവാൻ തക്കവണ്ണമിടയായി. എന്നിട്ട് താൻ പറയുകയാണ്, ഹല്ലേലൂയ, ഞാനോ അതിനെ തിരിച്ചറിഞ്ഞില്ല. ഞാനും നിങ്ങളും തിരിച്ചറിയാത്തതായ വേളയിലും എന്നെയും നിങ്ങളോട് കൂടെയും ആയിരിക്കുന്ന ദൈവ സാന്നിധ്യം. Even though he departed him home, God's presence did not depart from him. It is a presence that even without a knowledge is with us. ഹല്ലേലൂയ. ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം ഹല്ലേലൂയ തന്റെ കയ്യിൽ സമ്പത്തായിട്ട് ഒന്നും പറയുവാനില്ല. Jacob did not have any wealth with him. അവൻ ഒരു തലേണ പോലും തന്റെ കയ്യിലില്ലായിരുന്നു.
നിന്ന് കല്ലെടുത്ത് വെച്ചാണ് താൻ ഉറങ്ങുന്നത്. He puts a stone and uses that as a headrest. ഹല്ലേലൂയ. ആ സമയത്തും ഹല്ലേലൂയ അവനെ കണ്ട് ഹല്ലേലൂയ അവന് വേണ്ടുന്നതായ ദൈവകൃപ നൽകി അവനെ സ്ഥായിയാക്കുന്ന ദൈവത്തിന്റെ കൃപ. And here we see the grace of God that sees him and establishes him. ദൈവമേ, ഇന്ന് പകൽക്കാലം നാം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ, പുതിയ സ്ഥലത്ത് നാം കടന്നു പോകുമ്പോൾ, ദൈവം തന്റേതായ വാഗ്ദത്തം നൽകുന്നതായ ഈ ശക്തി ഉണ്ടല്ലോ, ഈ വാഗ്ദത്തം ഉണ്ടല്ലോ, അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ധൈര്യമാണ്. These promises, even when we're in new places, it gives us the courage. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും നിങ്ങളും പോകുന്നതിന് മുമ്പേ തന്നെ ദൈവ സാന്നിധ്യം അവിടെ മുമ്പേ പോയി വേണ്ടുന്നതായ വഴികളെ അതായത് തുറക്കുവാൻ, ഒരുക്കുവാൻ, ക്രമീകരിക്കുവാൻ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ട് എന്നാണ് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. What the word is teaching us is even before you reach there, his presence is there to prepare things for you. ഹല്ലേലൂയ. നമ്മുടേതായ പ്രിയപ്പെട്ടവർ നമ്മെ പലപ്പോഴും യാത്രയാക്കുമ്പോൾ ഹല്ലേലൂയ എയർപോർട്ടിലോ അല്ലെങ്കിൽ നമ്മൾ കാറിൽ കയറി ഇരുന്നുകൊണ്ട് അവൻ ബൈ ബൈ ടാറ്റ എന്നൊക്കെ പറയുക. ഹല്ലേലൂയ. അവരവിടെ മാറിപ്പോകുകയാണ്, വിട പറയുകയാണ്. എന്നാൽ ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ ദൈവത്തിന്റെ സാന്നിധ്യം അങ്ങനെ ബൈ ബൈ പറഞ്ഞ് മാറുന്നതല്ല. നാം എവിടെ ചെന്നാലും ദൈവ സാന്നിധ്യത്തിൽ നടക്കുവാൻ, ഹല്ലേലൂയ ചരിക്കുവാൻ, അവൻ ഹല്ലേലൂയ ഇന്ററാക്ട് ചെയ്യുവാൻ ദൈവ സാന്നിധ്യം നമ്മെ സഹായിക്കും. Oh, God's presence is one unlike our folks who live here. It will go with you. It will help you to move and work and live with that grace. നാം പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് തരുന്നതായ ഒരു വലിയ വാഗ്ദത്തമുണ്ട്. എന്താണെന്നറിയാമോ? ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്നുള്ളതാണ്. When we go to the New Testament, he makes his promise, lo and behold, I am with you even unto the end of the world. ഒരു നിശ്ചിത കാലയളവിൽ മാത്രം കൂടിയിരിക്കാമെന്നല്ല പറഞ്ഞത്. എല്ലാ നാളും ഉയർച്ചയിലും താഴ്ചയിലും സന്തോഷത്തിലും ദുഃഖത്തിലും പ്രയാസങ്ങളുടെ മധ്യത്തിൽ, രോഗത്തിന്റെ മധ്യത്തിൽ, കഷ്ടതയുടെ മധ്യത്തിൽ ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിപ്പാൻ തക്കവണ്ണം ദൈവം കൃപ തരും. It is not something it says is with you for a short time, but with you at all the time, through your ups and your downs, through your sickness, through all circumstances, he will be with you. ഹല്ലേലൂയ. ഇവരെ സംബന്ധിച്ചോളം, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം, സിയാറ്റിൽ ചിലപ്പോൾ ഒരു ഓർമ്മയായിട്ട് മാറാൻ സാധ്യതയുണ്ട്. And especially when you think about the children, in a bit of time, Seattle will become a memory for them. ഹല്ലേലൂയ. കുറച്ച് നാൾ, പ്രത്യേകിച്ച് സാറയൊക്കെ ആണെങ്കിൽ ഹല്ലേലൂയ ചിലപ്പോൾ 4-5 മാസം കഴിയുമ്പോൾ വിക്ടർ ബാസ്, ഹൂ ഈസ് വിക്ടർ ബാസ് എന്ന് നമ്മൾ ചോദിച്ചെന്ന് വരും. And after 3-4 months, it's possible that Sarah may ask, who is Victor Pastor? ഹല്ലേലൂയ. അത്രത്തോളം കുഞ്ഞുങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് മറക്കുകയും അതുപോലെ പുതിയ സാഹചര്യങ്ങളെ അഡോപ്റ്റ് ചെയ്യുകയും ചെയ്യും. Because little children will adopt to new situations very fast and move on from the past. എന്നാൽ എനിക്ക് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത്, ദൈവ സാന്നിധ്യം അപ്പോഴും ഓർമ്മയായി മാറുകയില്ല, അപ്പോഴും ലൈവായി അപ്പോഴും നമ്മോടൊപ്പം എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. But God's presence will not be a memory, but it will be with you and alive in you. അടുത്തതായി പോയിന്റ് എനിക്ക് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത്, God sends us to be a blessing wherever we go. ദൈവം നമ്മെ എവിടെ അയച്ചാലും അനുഗ്രഹമാക്കുവാനായിട്ടാണ് ദൈവം നമ്മെ എവിടെ അയക്കുന്നത്. And next point, God sends us to be a blessing everywhere we go. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെതായ 12-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, when we turn to Genesis chapter 2, യഹോവയായ ദൈവം അതായത് അബ്രഹാമിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. here is what God tells Abraham. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. I will make you a great generation. നിന്നെ അനുഗ്രഹിച്ച നിന്റെ പേര് വലുതാകും. I will bless you and make your name big. നീ ഒരു അനുഗ്രഹമായിരിക്കും. You will be a blessing. എന്താണ് ഇവിടെ നമ്മൾ ഓർപ്പിക്കുവാൻ തക്കവിടെ ഞാൻ താല്പര്യപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, What I want to remind you is this. നാം അനുഗ്രഹിക്കപ്പെടുക മാത്രമല്ല, നാം മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി മാറും. കർത്താവ് അയക്കുന്നിടത്ത് നമ്മൾ വിശ്വസ്തരായി നിലനിന്നാൽ, if we remain faithful in the place that God sends us, not only will he bless us, but we will be a blessing. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മൾ കൊണ്ട് മാത്രം അവസാനിക്കേണ്ടതായ ഒരു കാര്യമല്ല.
What that means is his blessing should not be contained within us. നമ്മിൽ നിന്ന് നാം അനുഗ്രഹിക്കപ്പെട്ടതുപോലെ എന്നിലൂടെ നിങ്ങളിലൂടെ അല്ലെങ്കിൽ മറ്റുള്ളവരും അനുഗ്രഹിക്കപ്പെടുവാനായിട്ടാണ് കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. God has chosen us that through us others will be blessed. നാം ഒരു സഭയിൽ നിന്ന് മറ്റൊരു സഭയിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ഇവിടെയുള്ളതായ സുഹൃത്തുക്കളെ വിട്ടിട്ട് ഇവിടെയുള്ള പശ്ചാത്തലങ്ങളെ വിട്ടിട്ട് നാം ഒരു പുതിയ സ്ഥലത്ത് കടന്നു ചെല്ലുമ്പോൾ എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നുള്ളതായ ചിന്തകളെല്ലാം ഇപ്പോൾ മജുവിനെ കുടുംബത്തെ ഒക്കെയും അതായത് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും. It is possible that Majju and family may be thinking, oh, what is going to happen? We're living in the familiar circumstances, our church and going to a new place. ഒരു സഭയുടെ പാസ്റ്റർ എന്നുള്ളതായതിൽ ഞാൻ അവസാനം അത് പറയുന്നുണ്ടെങ്കിൽ തന്നെയും ആ വാത്സല്യ കുടുംബം നമ്മുടെ സഭയ്ക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കുടുംബമായിരുന്നു. This family was a blessing to this church and families. പലതരത്തിലും സഭയുടേതായ എല്ലാ കാര്യങ്ങളിലും വളരെ ആത്മാർത്ഥതയോടുകൂടെ തങ്ങളുടേതായ അവർക്ക് കൊടുത്തതായ ടാലന്റുകളും അവർക്ക് കൊടുത്തിരിക്കുന്നതായ കഴിവുകളും ഒക്കെയും അവര് സഭയുടേതായ ദൈവത്തിൻ്റെതായ സഭയിൽ അവരുടേതായ കൃപയ്ക്കനുസരിച്ച് അവരെല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്തെന്നുള്ളത് ഞാൻ ഇവിടെ ഓർക്കുന്നുണ്ട്. I remember the best of their abilities with the talents that God has given them. Very sincerely they contributed to the church. ഇവിടെയുള്ളതായ സഭയ്ക്ക് വളരെ ഒരു അനുഗ്രഹമായിരുന്നു. എന്നാൽ ഞാൻ വിചാരിക്കുന്നത് അവർ കടന്നു പോകുന്നിടത്ത് വളരെ ഇതുവരെയും പ്രയോജനപ്പെട്ടതിനേക്കാൾ ഉപരിയായി കർത്താവിൻ്റെതായ കൃപയാൽ അവരെ നടത്തുവാൻ തക്കവണ്ണം കർത്താവ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. They were a blessing to this church, but I know that God has a plan for them to use them even more in this new place. അവർക്ക് കൊടുക്കുവാൻ പോകുന്നതായ സ്ഥലവും സാഹചര്യങ്ങളും ഒക്കെ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ മിഷൻ ഫീൽഡായി മാറുമെന്ന് നമുക്ക് വിശ്വസിക്കാം. Let us believe that they will turn to a new mission field for them. നമ്മൾ പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ പ്രത്യേകിച്ച് പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളിങ്ങനെ അക്വിലയെ കുറിച്ച് പ്രിസ്കിലയെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. If you turn to the Acts of Apostles, we read about Priscilla and Aquila. ജീവിതത്തിൻ്റെതായ സാഹചര്യങ്ങളോടുള്ളതായ ബന്ധത്തിൽ അവർ സ്ഥലം മാറി പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. We see that due to circumstances they keep changing their locations. അങ്ങനെ അവർ പോയിടത്തെല്ലാം ദൈവമായ കർത്താവ് അവരെ വളരെ പ്രയോജനപ്പെടുത്തിയതായി ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. And the word teaches us that everywhere when they were used mightily. അവര് അപ്പോസ്തലനായ പൗലോസിനോട് പ്രവർത്തിച്ചതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. We also read that they worked along with Paul. അതുപോലെ അവരുടേതായ ഭവനത്തെ ദൈവവചനത്തിന് വേണ്ടി ദൈവികമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തുറന്നതായി ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. The word teaches that they opened their home for the ministry. അതുപോലെ ദൈവത്തിൻ്റെതായ പദ്ധതിയെ കുറിച്ച് കൂടുതൽ പഠിക്കുവാനും പഠിപ്പിക്കുവാനും ഒക്കെയും അങ്ങനെയുള്ളതായ ആ കുടുംബത്തെ കർത്താവ് പ്രയോജനപ്പെടുത്തിയതായി ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. The word teaches that they were used to, they learned and they even taught the word of God. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അവിടെ ശുശ്രൂഷ ഒരു സ്ഥലം കൊണ്ട് അവസാനിക്കുന്നില്ല. പോകുന്നിടത്തെല്ലാം ദൈവമായ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതുവരെ ഉപയോഗിച്ചതിനേക്കാൾ ശക്തിയായി നിങ്ങളെയും കർത്താവ് ഉപയോഗിക്കും. Our mission does not end here, but if you submit to God, He will use you more mightily than He used you here. അവൻ പുതിയ സ്ഥലത്ത് കടന്നു പോകുമ്പോൾ പുതിയ സാഹചര്യങ്ങളെ കർത്താവ് ഒരുക്കുമ്പോൾ ഇതുവരെയും പ്രയോജനപ്പെട്ടതുപോലെയല്ല അവൻ നാം ചോദിക്കുന്നതിനേക്കാൾ അപ്പുറമായി നമ്മെ നടത്തുവാൻ ശക്തനായ ദൈവ സാന്നിധ്യത്തിൻ്റെതായ കൃപ കൂടെ ഇരുന്ന് നിങ്ങളെയും സഹായിക്കും. God's grace and His presence will be with you, that He will do more than abundantly than you even ask of Him. അപ്പോൾ എവിടെ ചെന്നാലും എന്റെയും നിങ്ങളുടെയും താല്പര്യം എന്തായിരിക്കണം? കർത്താവിന്റെ നാമം മഹത്വപ്പെടണം എന്നുള്ളതായിരിക്കണം. What should be our hope is that God's name be glorified everywhere. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെതായ അൾട്ടിമേറ്റ് ഗോൾ എന്നാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ ആഗ്രഹങ്ങളെ മാനിക്കുന്ന ദൈവമായി. If that is our goal, God is faithful to honor that. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ മറ്റു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ അപ്പോൾ നമ്മുടേതായ ഈ അവസ്ഥ എന്തെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ നാം ദൈവത്തിന്റെ ഞാൻ കൂടെ പറഞ്ഞതുപോലെ നാം നമ്മുടെ ദൗത്യത്തെ വിട്ട്
നാം മാറുകയല്ല, നാം പുതിയ സ്ഥലത്ത് കടന്നു ചെന്നിട്ട്, നിങ്ങൾ ഒരു പുതിയ സ്ഥലത്ത് കടന്നു ചെന്നിട്ട് ദൈവം നിങ്ങൾക്ക് തരുന്നതായ പുതിയ ദൗത്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ്. It is not departing from the mission, but it is taking on a new mission in a new place. അവസാനമായിട്ട് ഞാൻ ഓർപ്പിക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നത്, ക്രിസ്ത്യൻ ഗുഡ് ബൈസ് ആർ നെവർ ഫോർ എവർ. ഹല്ലേലൂയ. അവൻ ക്രിസ്തീയ വിട പറച്ചിൽ എന്ന് പറയുന്നത് ഒരിക്കലും ശാശ്വതമല്ല. The fourth point is Christian goodbyes are never forever. എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? What do we understand? നാം എല്ലാവരും നിത്യതയ്ക്ക് വേണ്ടി വിളിച്ചു വേർതിരിക്കപ്പെട്ടവരാണ്. We are all set apart for life in eternity. എത്ര പേർക്ക് അത് കേട്ടപ്പോൾ സന്തോഷമുണ്ട്? How many of you are happy to hear that? ഒരു സ്തോത്രം പോലും കേട്ടില്ലല്ലോ. നമ്മളെല്ലാവരും നിത്യതയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരാ. We're all called for eternity. നമ്മളിവിടെ 70, 80, 100, 90 അല്ലെങ്കിൽ എത്ര വർഷമാണ് നമുക്ക് കർത്താവ് വെച്ചിരിക്കുന്നത് നമുക്കറിയില്ല. We do not know how many years, 70, 80, 100 maybe. എന്നാൽ നമുക്കൊരു നിത്യതയുണ്ട്. ഇവിടെ വേർപെട്ടാലും ദൈവമക്കൾ പിന്നെയും ഒന്നിക്കുന്ന ഒരു സൂചനമുണ്ട്. Even though we may part from each other here, there is a day we will meet again. നമ്മളെ പ്രിയപ്പെട്ടവർ നമ്മെ വിട്ടു പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ കരയണമെന്ന് തോന്നുമായിരിക്കും, നമുക്ക് സങ്കടം ചിലപ്പോൾ കാണുമായിരിക്കും. എന്നാൽ അതെല്ലാം താൽക്കാലികമാണ്. നാം ഒരു നാൾ നിത്യതയുടെ തുറമുഖത്ത് കടന്നു എന്നിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം വീണ്ടും കാണും. Oh, even though when we depart each other, it is painful. We have this hope that we will see our dear ones on the shores, other shores again. ഇന്ന് പൽക്കാലം നാം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ നമുക്ക് ദൈവ സാന്നിധ്യം ഒരുമിച്ച് ആസ്വദിക്കുവാനും ആ ദൈവ സാന്നിധ്യത്തെ നമുക്ക് ഘോഷിക്കുവാനും സെലിബ്രേറ്റ് ചെയ്യുവാനും ഒക്കെയും ഉള്ള സാവകാശം നമുക്കുണ്ട്. എന്നാൽ നിത്യതയിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ഇതിനേക്കാൾ അപ്പുറമായി താൻ ഇരിക്കുന്ന പോലെ തന്നെ നാം അവനെ കാണുന്നത് കൊണ്ട് നാം എല്ലാവരും രൂപാന്തരം പ്രാപിച്ച് ദൈവസന്നിധിയിൽ എപ്പോഴും ദൈവത്തോടു കൂടെ ആയിരിക്കും. Even though we have opportunities to celebrate him here, one day we will be transformed. We will see him as he is and we will celebrate together with him. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വേർപാട് എന്നെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരൊന്ന് മാറുമ്പോൾ നമുക്ക് വിഷമം തോന്നും. When our dear ones part, it is a painful feeling. ഇവന്റെ അപ്പോസ്തലനായ പൗലോസ് തന്നെ എഫെസോസിൽ നിന്ന് വളരെ കണ്ണുനീരോടുകൂടെ വളരെ പ്രയാസത്തോടുകൂടെ ഒരു യാത്ര പോകുന്നത് നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. 20-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. Here we see in Acts of Apostles when Paul is departing the church at Ephesus, he is feeling sad. എന്നാൽ ഇതൊക്കെയാണെങ്കിൽ ഇതെല്ലാം വേദനജനകമാണെങ്കിലും പ്രത്യാശ ഇല്ലാത്തതല്ല. Even though these are all normal, it is not the lack of hope in it. ലോക മനുഷ്യർക്ക് വിട പറയുന്നത് ഒരു അവസാനമായിട്ട് തോന്നും. For to the worldly man, this may seem like a final goodbye. എന്നാൽ ദൈവ മനുഷ്യന് ഇതൊരു താൽക്കാലിക വേർപാട് മാത്രമേ ആകുന്നുള്ളൂ. But to a child of God, it is but only temporary. ഹല്ലേലൂയ. നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഹല്ലേലൂയ വീണ്ടും കാണാം എന്നും. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനോടൊപ്പം ഹല്ലേലൂയ ഒരുമിച്ചായിരിക്കും നമ്മുടെ യുഗങ്ങൾ നമ്മുടെ കർത്താവിനോടൊപ്പം നമ്മുടെ സമയം ചെലവഴിക്കുന്ന ആ ഒരു പ്രത്യാശയുടെ ദിനമാണ് നമ്മൾ നോക്കി പാർത്തുകൊണ്ടിരിക്കുന്നത്. We wait upon the day of hope where we will spend eternity with our Lord. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, ഈ ഇന്നത്തെ ബൈ പറയുന്നത് not forever, only for a momentary thing. ഹല്ലേലൂയ. താൽക്കാലികമായ ഒരു കാര്യമാണ് നമ്മൾ ഓർക്കണം. Let us remember that our goodbyes are only a short goodbye. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നതായ എല്ലാ പ്രിയപ്പെട്ടവരും നാം എവിടെ കടന്നു പോയാലും ദൈവ സന്നിധി വിട്ട് മാറിപ്പോകാതിരിപ്പാൻ തക്കവണ്ണം വളരെ വളരെ ഉത്സുകരായിരിക്കണം. No matter where we go, let us make every effort to stay in the presence of God. അതാണ് ഇന്ന് പൽക്കാലം സഭയോട് അറിയിക്കുവാനായിട്ടുള്ളതായത്. That is the message to the church today.
അതാണ് ഇന്ന് പ്രിയ മജുവിനും കുടുംബത്തിനും നൽകുവാനായിട്ടുള്ളതായ ദൂത്. That is the message for dear നിങ്ങളെ Manju and എവിടെ family. പോയാലും നിങ്ങളെ കാണുന്ന, നിങ്ങളെ കരുതുന്ന, നിങ്ങളെ സഹായിക്കുന്ന, നിങ്ങളോടൊപ്പം കടന്നു വരുന്ന ഒരു ദൈവ സാന്നിധ്യമാണ് നമ്മുടെ ദൈവത്തിൻ്റെതായ വാഗ്ദത്തം എന്ന് പറയുന്നത്. It is the promise of God that His presence will go with you and will help you in every way. അതുകൊണ്ട് ഇന്ന് വൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നതായ എല്ലാവർക്കും ഹല്ലേലൂയ ഒരു അനുഗ്രഹ പദമായി വാക്യമായിട്ട് എനിക്ക് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത് ഈ പറയപ്പെടുന്നതായ വാക്യമാണ്. യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ എന്നുള്ളതാണ്. This is the word of blessings for all of you. The Lord bless you and keep you. The Lord make His face shine upon you and be gracious to you. The Lord turn His face toward you and give you peace. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരിക്കലും തനിയാകില്ല. If so, we will never be alone. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൈകളുടെ പ്രവൃത്തി എപ്പോഴും സാധ്യമായി മാറും. If that way our hands, our labor will be blessed. അങ്ങനെയാണെങ്കിൽ നാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുകയും മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുകയും. If so, we will be blessed and others will be blessed. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു.